ഹലോ, എൻ്റെ പേര് ലിൻസി. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് കോപ്പർ ബോട്ടിൽ വെള്ളം കുടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. ബോഡിയുടെ ഓവറോൾ ഹെൽത്തിന്, നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ട ഒന്നാണ് കോപ്പർ. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പിത്തം, വാതം, കഫം എന്നിവയെ നിയന്ത്രിച്ച് ആരോഗ്യമുള്ള ഒരു ബോഡി പ്രദാനം ചെയ്യാൻ കോപ്പർ നമ്മളെ സഹായിക്കും. ക്യാൻസർ, തൈറോയ്ഡ് തുടങ്ങിയ നിരവധി അസുഖങ്ങൾ വരാതെ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കോപ്പറിന് കഴിയും. കോപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നുമല്ല, നമുക്ക് ഫുഡ് വഴിയും പിന്നെ ഇതുപോലെ ഇങ്ങനെ വെള്ളം ശേഖരിച്ച് വെക്കുന്നതിലൂടെയൊക്കെയാണ് ഈ കോപ്പർ നമ്മുടെ ബോഡിയിൽ എത്തുന്നത്. പാത്രത്തിൽ വെള്ളം വെച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഗുണം ഇതിൽ നിന്ന് കിട്ടത്തില്ല. ഒന്നാമത്തേതെന്ന് വെച്ചാൽ നല്ലോണം വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. പാത്രം എന്ന് പറയുന്നത് നമ്മൾ സാധാ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന പോലെ വൃത്തിയാക്കാൻ പാടില്ല. അത് വൃത്തിയാക്കുന്നതിന് ഒരു രീതിയുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. കോപ്പർ ബോട്ടിൽ വെള്ളം വെച്ച് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം അതിൽ വെച്ച് രാത്രി വെച്ച് ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കോപ്പർ ബോട്ടിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ കോപ്പറിൻ്റെ ഏത് പാത്രത്തിലാണോ നമ്മൾ വെള്ളം വെച്ചിരിക്കുന്നത് അത് 12 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ 12 മണിക്കൂർ കൊണ്ട് ഈ കോപ്പറിന് സ്വയം ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ കോപ്പർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിലുള്ള ആവശ്യമില്ലാത്ത ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള എല്ലാത്തിനെയും നശിപ്പിക്കും. 12 മണിക്കൂർ കഴിയുമ്പോൾ അതിനകത്തുള്ളത് ശുദ്ധമായ വെള്ളമാണ്. നമ്മളെല്ലാവരും തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നവരാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. തിളപ്പിക്കാതെ കുടിക്കാൻ പേടിയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കോപ്പറിൻ്റെ ഇതിനകത്ത് ഇതേ കണക്ക് തന്നെ വെള്ളം വെച്ചാൽ മതി, തിളപ്പിച്ച വെള്ളം വെച്ചാൽ മതി. നമ്മുടെ ശരീരത്തിലെ WBC കൗണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട് ഇൻക്രീസ് ചെയ്യിക്കും. ഇവരുടെയൊക്കെ ദേഹത്ത് കണ്ടുവരുന്നതാണ് കറുത്ത പുള്ളികൾ, അല്ലെങ്കിൽ മെലനിൻ പിഗ്മെൻറ്റേഷൻ എന്ന് പറയും. അത് കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്. പിന്നെ പെട്ടെന്ന് മുടി നരയ്ക്കുന്നത്, സ്കിന്നിൽ ചുളി വീഴുന്നത്, അതെല്ലാം ഇതിൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ്. പ്രഗ്നൻസി ടൈമിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ വളർച്ചയ്ക്കും മസിൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കോപ്പർ. ചില സ്ത്രീകൾക്ക് ഡെലിവറി കഴിഞ്ഞ് പാല് കുറവായിരിക്കും, അപ്പോൾ പാല് നല്ലോണം ഉണ്ടാകാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ സ്പെം കൗണ്ടിൻ്റെ കുറവ് കാരണം കുഞ്ഞുങ്ങളുണ്ടാകാത്ത പുരുഷന്മാരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് സ്പെം കൗണ്ട് കൂടാൻ കോപ്പർ വളരെ ഹെൽപ്ഫുള്ളാണ്. കോപ്പറിന് ക്യാൻസർ വരുന്നത് തടയാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കോപ്പറിന് നമ്മുടെ ബോഡിയിൽ 53 തരം എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ എൻസൈംസ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ക്യാൻസർ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ സപ്ലൈ കുറയുന്നിടത്ത്, ഇത് കിട്ടാതെ വരുന്ന സ്ഥലത്താണ് ക്യാൻസർ സെൽസ് ഉണ്ടാകുന്നത്. പിന്നെ ക്യാൻസർ പേഷ്യൻസിന് കീമോ കഴിയുമ്പോഴത്തേക്കും അവരുടെ ക്യാൻസർ സെൽസിൻ്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സെൽസും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ നല്ല സെൽസ് റീജനറേറ്റ് ചെയ്യാൻ കോപ്പർ സഹായിക്കും. പണ്ട് കാലത്ത് നിന്നൊക്കെ വെച്ചാൽ എല്ലാവരും ചെമ്പ് പാത്രത്തിലായിരുന്നു വെള്ളം വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നുള്ളവർക്കൊന്നും മുട്ടുവേദന, ഓസ്റ്റിയോപോറോസിസ്, ആർത്രൈറ്റിസ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും, തൈറോയ്ഡ്, PCOD അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും തന്നെ ഇല്ലായിരുന്നു. നമ്മുടെ ജീവിത രീതി മാറിയതാണ് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്കും കാരണം. ഇതിൻ്റെ ക്ഷീണം കുറയാനും, മുടി പൊട്ടിപ്പോകുന്നത് തടയാനും, കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത് തടയാനും എല്ലാം ഇത് വളരെ ഉപകാരപ്രദമാണ്. രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ഈ വെള്ളം കുടിക്കുന്നതാണ് ബോഡിക്ക് ഏറ്റവും നല്ലത്. ഒരു ദിവസം 2-3 ഗ്ലാസ് മതി. അതിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമായ കോപ്പർ കിട്ടിക്കോളും. കൂടുതലാവാതെ നോക്കണം. കൂടുതലായ എന്താണേലും നമുക്ക് പ്രശ്നമാണ്. പിന്നെ കോപ്പർ വേറെ എന്തെങ്കിലുമൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ്, കൊപ്ര, ബദാം, വാൾനട്ട് ഇതിലൊക്കെ കോപ്പറുണ്ട്. പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാകും, കോപ്പർ ബോട്ടിൽ വെള്ളം വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ എന്തെങ്കിലും അസുഖം വരുമെന്ന്. ഒരു രീതിയിലുള്ള അസുഖവും ഒരിക്കലും ഉണ്ടാവത്തില്ല, ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാലും. അതായത് നല്ല വൃത്തിയായിട്ട് പാത്രമെല്ലാം കഴുകി നല്ലോണം ഉപയോഗിച്ചാൽ യാതൊരുവിധ അസുഖങ്ങളും ഒരു പ്രശ്നവും ഇതുകൊണ്ടുണ്ടാവത്തില്ല. കോപ്പർ ബോട്ടിൽ വൃത്തിയാക്കുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ടാണ് അത് നെക്സ്റ്റ് വീഡിയോ ആക്കിയത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ ബൈ.